എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൗക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്നത്തെ കൊണ്ട് നമ്മുടെ നവകേരള സഭ അവസാനിക്കുകയാണ്. ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഈ നവകേരള സഭയുടെ പേരിൽ അതിനെ എതിർത്തവരെയും അതിന് മറ്റേ കരിങ്കൊടി കാണിച്ച മറ്റ് പ്രതിപക്ഷ കക്ഷികളെയൊക്കെ ഇവരുടെ മറ്റ് കിങ്കരന്മാരെ ഉപയോഗിച്ച് മർദ്ദിച്ച് അവശനാക്കി മറ്റേ മൃതപ്രായനാക്കി വിട്ട വാർത്തകൾ നമ്മൾ ചാനലുകൾ വഴി കാണുന്നുണ്ട്. അതായത് മറ്റേ എന്താണ് ഈ ഭരണകക്ഷികൾ കാണിക്കുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മറ്റേ ഈ ഡിവൈഎഫ്ഐ ഏതാണ്ട് മറ്റേ ഇത് മർദ്ദിക്കാനുള്ള ഉപകരണമാക്കി മാറ്റി ഈ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പൊ കഴിഞ്ഞത് ഇന്നലെയൊക്കെ ഇരിഞ്ഞാലക്കുടയാണെന്ന് തോന്നുന്നു, മറ്റേ പോലീസ് ജീപ്പ് അവര് തല്ലി തകർത്ത് അറമാദിക്കുന്നത് കണ്ടു. ഇത് കരിമ്പൻകാട്ടിൽ കയറിയ ആനയുടെ അവസ്ഥയാണ് ഇപ്പം ഈ LDF പ്രവർത്തകർക്ക്. അവർക്ക് എന്തും ചെയ്യാം, അവര് കടന്നങ്ങ് മതിക്കുവാണ്. മറ്റേ നിരപരാധികളുടെ മെക്കെട്ട് കയറുക, പ്രതിഷേധിക്കുന്നവരെ തല്ലി ഒതുക്കുക, അവരുടെ വീട്ടിൽ കയറി അടിക്കുക, വീട് തല്ലിപ്പൊളിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ കണ്ടുവരുന്ന. പോലീസുകാരില്ല, പോലീസിന് യാതൊരു വിലയില്ല. പോലീസ് അവിടെ കയ്യും കെട്ടി വായും അടച്ച് നോക്കി നിൽക്കുവാണ് കണ്ണും പൂട്ടി. അപ്പൊ നിയമം കയ്യിലെടുത്തിരിക്കുന്നത് മുഴുവനും LDF പ്രവർത്തകരാണ്, DYFIക്കാരും SFIക്കാരുമാണ്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒരു കൂട്ടം ക്രിമിനലുകൾ അവിടെ അറമാദിക്കുന്നു, DYFIക്കാരാണെങ്കിൽ റോഡിൽ ഒരു കൂട്ടം അറമാദിക്കുന്നു. അപ്പം ഇതിനെ പറ്റിയാണ് നമ്മൾ പണ്ട് ചില സിനിമയില് ഈ മറ്റേ അധോലോക നായകന്മാർ, അധോലോക ഗുണ്ട, ജോസ് പ്രകാശിന്റെ ഒക്കെ പഴയ സിനിമയില് ജോസ് പ്രകാശ് ഭയങ്കര ഗുണ്ടാത്തലവനും അധോലോക നായകനും ഒക്കെ ആയിരിക്കും. എന്നിട്ട് തന്റെ കിങ്കർമാരുടെ പറയുന്ന ഈ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ. അവനെ കൊണ്ടുപോയി അത് ചെയ്യേ, ഇവനെ ഏത് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു മറ്റേ പഴയ സിനിമയിലെ ജോസ് പ്രകാശിന്റെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി എത്തിയോന്ന് നമുക്കൊരു സംശയം. അപ്പൊ അതാണ് ഇതിന്റെ തമ്മനയിലിനകത്ത് ഈ മറ്റേ ജോസ് പ്രകാശിനെ പറ്റിയുള്ള കാര്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ജോസ് പ്രകാശിനെയും നമ്മുടെ പിണറായിയെയും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിന്റെ റഫ് ഇതാണ്. നമ്മുടെ മുഖ്യമന്ത്രി പഴയ ജോസ് പ്രകാശിന്റെ മോഡലിൽ ഒരു അതൊരു ഗുണ്ടയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം തന്റെ ഗുണ്ടകളോട്, തന്റെ ശിങ്കിടികളോട് പറയുകയാണ്, ഇയാളെ നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. മുതല കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ആരാന്ന് നമുക്കറിയാലോ. മുതല കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ SFIയും DYFIയും ആണ്. അപ്പൊ അതുങ്ങളിങ്ങനെ ഈ ഒരു മനുഷ്യ മാംസം തിന്നാനായിട്ട് നോക്കി നിൽക്കുക. അപ്പൊ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ച് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് ഇയാളെ എറിഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഈ മുതലക്കുഞ്ഞുങ്ങളെ വരച്ചുകൊണ്ട് തുടങ്ങാം.
മറ്റേ ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കളിച്ച് പുളയ്ക്കുകയാണ്. ഇത് DYFIയും SFIയും ഒക്കെയാണ്. ഈ DYFIയുടെയും SFIയുടെയും അതിക്രമങ്ങളെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു നിർനിമേഷനായി മറ്റേ ഇതിനെല്ലാം മൗന അനുവാദം നൽകുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അദ്ദേഹം ശിക്ഷിക്കാനായിട്ട് ഈ മറ്റേ മുതലക്കൊച്ചുങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. കാർട്ടൂൺ ഫൈനലായിട്ടുണ്ട്. നമുക്കത് കമ്പ്യൂട്ടറിൽ കുറച്ചൊരു വ്യത്യാസം കൂടെ വരുത്തിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.